ഭയങ്കര സന്തോഷമുള്ളൊരു ഡേ ആണ്. ഒത്തിരി ദിവസം കൊണ്ട് ഞാൻ കാത്തിരിക്കുന്ന ഒരു കാര്യം എൻ്റെ കൈ കിട്ടിയത് എന്താണെന്ന് എല്ലാവരും മേടിച്ചാണെന്നല്ല നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കവായ് സ്റ്റിക്കറിൻ്റെ 20 ഷീറ്റ് വരുന്ന പാക്കാണ് നമുക്ക് അൺബോക്സ് ചെയ്യാൻ. എന്തിനാ എനിക്ക് ഗിഫ്റ്റ് അമ്മയാണ് മേടിച്ചത്. എന്തിനാണ് മേടിച്ചതെന്ന് അറിയാമോ? എനിക്ക് ആർട്ട് ഫെസ്റ്റിന് ട്രോഫി കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് 5 ഐറ്റത്തിനാണ് ചേരാൻ പറ്റുന്നത്. ഇത് 3 കിട്ടിയത്. എനിക്ക് 4 എണ്ണത്തിനും കിട്ടിയിട്ടുണ്ട്. ഈ വലിയ 2 ട്രോഫി ഫസ്റ്റ് ആയിരുന്നു. ഫോക്കിനും എലക്യൂഷൻ മലയാളത്തിനുമാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത്. പിന്നെ ഇത് സെക്കൻഡാണ്, മോണാക്ടിന് സെക്കൻഡ്. പിന്നെ തേർഡ് പ്രൈസ് സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ. റെസിറ്റേഷൻ മലയാളത്തിന് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയത് തേർഡ് പ്രൈസ് ആയതുകൊണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. ഇത്ര എൻ്റെ ട്രോഫീസ് ആണ് കേട്ടോ ഗൈസ്. ഇതിവിടെ ഇനി വെക്കിയ സ്ഥലമില്ലാത്തതാണ് നമ്മൾ ഇങ്ങോട്ട് വെച്ചത്. പിന്നെ ബാക്കി അത്ര ഇരിക്കുന്ന ചേച്ചിയുടെ 10th റിസൾട്ടിന് നമുക്ക് കിട്ടിയതാണ് ഇവിടുന്ന്. പിന്നെ ഇത്രയും എൻ്റെ ട്രോഫീസാണ്. ഇടയ്ക്കൊക്കെ മോൾട്ടിയുടെയും പിന്നെ അമ്മേൻ്റെ ഇച്ചിരി ട്രോഫീസൊക്കെ ഉണ്ട്. എന്നാലും ഓൾമോസ്റ്റ് എൻ്റെ ട്രോഫീസാണ്. ഇനി നമുക്ക് എൻ്റെ കവായ് സ്റ്റിക്കർ അൺബോക്സ് ചെയ്യാം ഗൈസ്. കമോൺ ഗൈസ്. അപ്പം ഇത് അമ്മ എനിക്ക് എലക്യൂഷൻ മലയാളത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതാണ് മേടിച്ചെന്നത്. എലക്യൂഷൻ മലയാളത്തിന് ടോപ്പിക് നവമാധ്യമങ്ങളുടെ സ്വാധീനമായിരുന്നു. ഞാൻ എന്നിട്ട് പറഞ്ഞു എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. പിന്നെ എനിക്കിതെങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ദേവുവിൻ്റെ കസിന് ഇതുണ്ടായിരുന്നു. അപ്പോൾ അവൾ എനിക്ക് ഷീറ്റ് തന്നു. അത് തന്നെ അപ്പോൾ അമ്മയുടെ പറഞ്ഞു എലക്യൂഷൻ മലയാളത്തിന് ഫസ്റ്റ് പ്രൈസ് മേടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. ഇത് നമുക്ക് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുക്കാം. ഐ എം സോ എക്സൈറ്റഡ് ആൻഡ് ക്യൂരിയസ്. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് ഒറ്ററിയിലേക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം എത്ര ദിവസങ്ങൾക്ക് ശേഷം ഞാനിവിടെ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫ്ലിപ്കാർട്ട് അമ്മ ഇന്ന് വരും എന്നാണല്ലോ അവർ പറഞ്ഞത്. അപ്പം നമ്മുടെ ടൈം 11 ആണെന്ന് ടൈമൊക്കെ പറഞ്ഞു. എനിക്ക് എന്തോന്ന് അറിയത്തില്ല, എനിക്ക് സന്തോഷമുണ്ട്. എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം. ബട്ട് ഐ എം so excited for all my friends. അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടതൊക്കെ എല്ലാം കൂടി ഇത് അൺബോക്സ് ചെയ്ത് കാണിച്ചെടുക്കാൻ ഇഷ്ടപ്പെട്ടു. ഭയങ്കര സന്തോഷമുണ്ട്. ഇതൊന്നും കൂടി തുറന്നു മാറ്റിക്കട്ടെ. So thankful to അമ്മ. താങ്ക് യു സോ മച്ച്. അമ്മയാണ് എനിക്ക് ഇത്രയും കവായ് സ്റ്റിക്കേഴ്സ് മേടിച്ച് തന്നത്. എല്ലാവരുടെ മുന്നിലും നല്ല ഓജ ഐറ്റമാണ് ഇപ്പോൾ ഇത്. നല്ല നിറഞ്ഞു നിൽക്കുന്ന ഒരു കവായ്. എനിക്കെന്തായാലും നല്ല സന്തോഷിച്ചിട്ടുണ്ട്. ഐ എം വെരി താങ്ക്ഫുൾ ടു മൈ മദർ. എന്തായാലും ഇത് കിട്ടി കയ്യിൽ. അന്ന് തന്നെ ഓർഡർ ചെയ്തതാണ് കഴിഞ്ഞ സാറ്റർഡേ. ഇത്രയാണ് എൻ്റെ ഒരു ഫുൾ ഷീറ്റ്സ് ഓഫ് കവായി. അതിന് ഒരെണ്ണം ഞാൻ കട്ട് ചെയ്ത് ഫ്രണ്ട്സിന് കൊണ്ടുപോകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടില്ല. ഈ ഒരെണ്ണത്തിൻ്റെ ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ, ഇതിൻ്റെ ഫുള്ളായിട്ട് കട്ട് ചെയ്തു. അതിൽ 4 മോൾട്ട് എടുത്തോണ്ട് പോയി. പിന്നെ എനിക്കുള്ളത് ഈ ഒരു 3 എൻ്റെ 3 ബെസ്റ്റീസാണ് ഉള്ളത്. അവർക്ക് കൊടുക്കാനാണ് 3 സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഇത്രയും ഒരു വലിയ ഷീറ്റ് തീർത്തേക്ക് കൊടുക്കാനാണ്. എനിക്ക് തന്നു എന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് ഇത്രയും തീർത്തേക്ക് കൊടുക്കാനാണ്. അത്ര ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നുണ്ട്. ഇത്രയാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുള്ളത്. ഇപ്പോൾ 18 ഷീറ്റ്സാണുള്ളത്. 2 ഷീറ്റ്സാണ് ഞാൻ മാറ്റി വെച്ചത്. ഒരെണ്ണം ഒരു ഫുൾ ഷീറ്റ് അവർക്ക് കൊടുക്കുന്നു, ഒരു ഷീറ്റ് കട്ട് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിനും. പിന്നെ ആണെങ്കിൽ ഇത്രയും എന്താ പറയുക, ഒരു എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഗേളിനെ ഞാൻ കട്ട് ചെയ്തെടുത്താണ്. അതിൽ നിന്ന് നല്ല ഭംഗിയില്ലേ. പിന്നെ എൻ്റെ ടേബിൾസ് ഞാൻ കാണിച്ചത്. എനിക്ക് ഇത്രയും മാത്രമല്ല സ്റ്റിക്കേഴ്സ് കളക്ഷൻ ഉള്ളത്. ഇപ്പോൾ ഒന്ന് തരാണ്. ഇനി എൻ്റെ ടേബിളിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാം. ചെയ്തിട്ട് വരാം. എൻ്റെ ടേബിളിൽ ഇത്രയും യൂണിക്കോൺ സ്റ്റിക്കർ കളക്ഷനും ഒരു ഡയറിയും പിന്നെ ഒരു വാൾപേപ്പറും ഉണ്ട്. ഈ വാൾപേപ്പർ സ്റ്റിക്കർ മീൻസ് ഒരു വാൾപേപ്പർ മാറ്റിയിട്ട് സാധാ പേപ്പർ മാറ്റിയിട്ട് സാധാ പേപ്പർ ആക്കുമ്പോൾ ഇത് കൊള്ളത്തുള്ളൂ. എന്ന് വെച്ചിട്ടല്ലെങ്കിൽ ഇതാണെങ്കിൽ ഒട്ടിക്കാൻ പറ്റുന്നില്ല, ഇത് കീറാൻ പറ്റുന്നുണ്ടാകത്തല്ല. ഇത് ഗമ്പ് ഒട്ടിക്കുന്നതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഡയറിയിലാണ് ഒട്ടിക്കുന്നത്. എനിക്കൊരു ജേർണലിംഗ് എനിക്കിങ്ങനെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ഉള്ള ഐറ്റമാണ്. ബട്ട് എനിക്കങ്ങനെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഞാനതൊന്നും ചെയ്യാറില്ല. ഞാൻ ചെയ്യുമ്പോൾ എല്ലാം കുളമായി പോവും. പിന്നെ ഇതാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ കവായ് സ്റ്റിക്കർ. എൻ്റെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്നും ചെയ്യാറില്ല. ഞാൻ അതൊക്കെ ചെയ്താൽ കുളമായി പോവും. അതുകൊണ്ട് പിന്നെ ഞാനൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഉള്ളവർക്ക് ഇത് ഭയങ്കര നല്ലതായിരിക്കും. ഇവരെ വരാണ് ഞാൻ ലാസ്റ്റായിട്ട് ചെയ്തൊരു ജേർണലിംഗ് അല്ല, ചുമ്മാ ഡയറി എടുത്ത് അങ്ങനെ പറയാം. പിന്നെ ഇത് വെച്ചിട്ട് ഞാൻ ചുമ്മാ അതിനകത്തൊക്കെ വെട്ടി ഒട്ടിക്കും. അത് ചേച്ചി അറിയത്തില്ല, ചേച്ചിയുടെ സാധനമാണ്. ചേച്ചി പറയാം നീ എടുക്കരുത്. പിന്നെ ചേച്ചിയുടെ സാധനം എടുക്കത്തില്ല.
ഇത് എൻ്റെ ഫേവറേറ്റ്. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് നെയിൽസ് കാണുമ്പോഴും സ്റ്റിക്കേഴ്സ് കാണുമ്പോഴാണ്. ആ 2 ഐറ്റം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നെയിൽസാണ്. എനിക്ക് ഇത്രയല്ല, ഈ ഒരു ഡപ്പ ഫുൾ നെയിൽസാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിന് പ്രൈസ് വരുന്നത് 180 റുപ്പീസാണ്. ധന്യ അഞ്ചൽ നിങ്ങൾക്ക് അറിയാമോ? അതിൻ്റെ അപ്പുറത്തൊരു കടയുണ്ട്, ഗ്ലോ ആൻഡ് ഗോ. അതിനകത്ത് അവിടെ നിന്നാണ് ഞാൻ മേടിക്കുന്നത്. അവിടെ ഇതിൻ്റെ ഒത്തിരി കളേഴ്സ് ഉണ്ട്. എനിക്ക് ഇവിടെ ഇത് ചേരുന്ന പോലെ തോന്നി. അപ്പോൾ ഇതിന് 180 റുപ്പീസേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പോയി വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എനിക്കിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ഒരു ഫുൾ എന്താ പറയുക, ഒരു ഫുൾ ഇതെന്ന് പറയുന്നത്. ഇതിനകത്ത് അത്രയും മാത്രമല്ല, ഇവിടെയും കൂടി ഉണ്ട് ഒരു പാർട്ട്. പിന്നെ ഇതൊരു നെയിൽ സെറ്റ് ചെയ്യുന്നൊരു നെയിലൊരു വാഷും കൂടി ഉണ്ട്. പിന്നെ ഗമ്പ ചൊട്ടിക്കുന്നതല്ല, ഇതൊരു സ്റ്റിക്കാണ്. മീൻസ് ഒരു സ്റ്റിക്കർ ഇളക്കിയിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്നതാണ്. ഇതല്ലാതെ സൂപ്പർ ഗ്ലൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെച്ച് ഒട്ടിക്കുന്നതല്ല. അതുകൊണ്ട് ഇത് ഹാംഫുള്ളും അല്ല, നെയിൽസ് ഇത് ഹാംഫുൾ ആവുന്നതല്ല. എൻ്റെ ഇപ്പോൾ റിലേറ്റീവിൻ്റെ ഒരു വെഡ്ഡിങ് വരുന്നുണ്ട്, അതിന് ഞാൻ യൂസ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണത്. ഇത് നെയിൽസാണ്. ഇതിൻ്റെ വൈറ്റും ഉണ്ട്, ഈ ഒരു കളർ ഷെയ്ഡും ഉണ്ട്. മീൻസ് ഒരു പ്യുവർ വൈറ്റ് ഇല്ലേ, ആ ഒരു ഇതുണ്ട്. ഈ ഒരു എന്താ പറയുക, ഒരു പ്ലെയിൻ വൈറ്റും ഉണ്ട്. അപ്പം ഇത് ഗം വെച്ചൊട്ടിക്കുന്നതാണ്. ഇത് ഹാംഫുള്ളാണ്, അതുകൊണ്ട് ഇത് യൂസ് അല്ല. പിന്നെ ഇത് ഇളവിപ്പോയി കയ്യിൽ ഇതെങ്ങാനും ഇവിടെ കാണും ഇല്ലായിരുന്നില്ലെങ്കിൽ പൊന്നമ്മ അടിച്ചു വന്നതിന്. ഇത് അത്ര നല്ല എക്സ്പെൻസീവാണ് ഗൈസ്. ബട്ട് എനിക്കിത് അത്ര എക്സ്പെൻസീവായിട്ട് തോന്നിയില്ല. 180 റുപ്പീക്ക് ഇത് നല്ല വർത്തായിട്ട് എനിക്ക് തോന്നിയത്. വർത്തായിട്ട് എനിക്ക് ഇടയ്ക്ക് തോന്നി. പിന്നെ ഇതിവിടെയൊക്കെ വല്ലതും ഉണ്ടോ എന്ന് നോക്കി ഒന്നുമില്ല. ഇത്രയാണ് എൻ്റെ സ്റ്റിക്കർ കളക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ അത് ക്ലോസ് ചെയ്തു. ഇവിടെ ഞാൻ ഇരിക്കുന്നതിനകത്താണ് വേറൊരു കാഴ്ച കണ്ടത്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിനെ കണ്ടോ, ഇതേ കൂട്ടിരിക്കുന്നൊരു സായമസ്റ്റിൽ ഞാൻ ഇവിടെ എവിടെയോ കണ്ട്, ഞാനിപ്പോൾ കാണുന്നില്ല. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്നേ. അപ്പോൾ പിന്നെ എനിക്ക് പേരൻസിനോടാണ് പറയാനുള്ളത്, അങ്ങനെ വിചാരിക്കുന്ന തരും. ഇപ്പോൾ നിങ്ങളുടെ കുട്ടികൾ ക്ലാസ്സിൽ ഫസ്റ്റ് ആത് അങ്ങനെയല്ല, പ്രോഗ്രാമാണ്, ഇപ്പോൾ ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം, അങ്ങനെയൊക്കെയുള്ളൊരു ഇതില്ലേ, ഒരു മൈൻഡ്. അപ്പോൾ മൈൻഡ് മീൻസ് ഇപ്പോൾ കുഞ്ഞുങ്ങൾ എഫേർട്ട് എടുക്കുന്നില്ല, ആ ഒരു ഇതില്ലേ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വല്ലതൊക്കെ വേണമെങ്കിൽ നിങ്ങളാണെങ്കിൽ പറയണം, ഞാൻ നിങ്ങൾക്ക് മേടിച്ച് തരും, ഇങ്ങനെ ഓർഡർ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പം നല്ലതായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ നിങ്ങൾക്ക് വല്ലതും പറയണമെങ്കിൽ താരെ കമൻറ്റ് ബോക്സ് എന്തായാലും എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാൻ പറയണേ. പിന്നെ ഒരു സത്യം പറയട്ടെ, ഞാൻ ഈ എലക്യൂഷന് ഫസ്റ്റ് പ്രൈസ് മേടിച്ചത് ഈ കവർ സ്റ്റിക്കർ കണ്ടിട്ടാണ്. അമ്മ തന്നെ ഇത് ഓർഡർ ചെയ്തു, കവർ സ്റ്റിക്കർ കണ്ടിട്ട് മാത്രമാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളും മേടിക്കുന്നു എനിക്ക് തോന്നുന്നു. ഐ ഡോണ്ട് നോ, ഐ വിൽ സേ ദാറ്റ് ലൈക്ക് ഐറ്റംസ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നു പറഞ്ഞാൽ ഒരു ഉറപ്പായിട്ട് വരും അത് മേടിച്ചിരിക്കും. എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് ഈ ഒരു എലക്യൂഷൻ്റെ ടോപ്പിക്ക് നവമാധ്യമങ്ങളുടെ സാധനം ഭയങ്കര പാടായിരുന്നു. എനിക്ക് അവാസ്റ്റിക്കറിനെ കൊടുത്തിട്ട് മാത്രമാണ് അത് പറഞ്ഞത്. അപ്പോൾ പിന്നെ അതിൻ്റെ ആമുഖവും കൺക്ലൂഷനും ഒക്കെ അമ്മേൻ്റെ ഒരു ഫ്രണ്ടാണ് എടുത്തു തന്നത്. ഞാൻ യൂട്യൂബിൽ നോക്കി അമ്മ അതെല്ലാം ബാക്കിയെല്ലാം പറഞ്ഞു തന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ വല്ലതും വേണമെങ്കിൽ നിങ്ങളിങ്ങനെ വല്ല വാങ്ങിച്ചു കൊടുത്താൽ മതി, അതെന്തായാലും അത് ചെയ്തോളും. അപ്പോൾ പിന്നെ ഇന്നത്തെ വിശേഷത്തിലേ ഉള്ളൂ. അടുത്തൊരു ഇഷ്ടമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ എന്തെങ്കിലും പറയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ ഗൈസ്. ബൈ.